അർജുൻ കല്യാട് പി ജയരാജൻ അല്പം ടെൻഷനിലാണ്. കാരണം തൻ്റെ പുസ്തകം എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായും അത് നിരാകരിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 200ഓളം പേജുകൾ എഴുതി കഴിഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. DC ബുക്സിനോ മാതൃഭൂമിക്കോ കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് DC ബുക്സിൻ്റെ പുസ്തകം എന്ന നിലയിൽ തൻ്റെ ആത്മകഥ അച്ചടിച്ചു വരുന്നു എന്ന വാർത്ത വരുന്നതും അതിൽ താൻ പറയാത്തതും എഴുതാത്തതുമായ കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് പി ജയരാജൻ ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഈ വാർത്ത പുറത്തു വരുന്ന നിമിഷങ്ങളിൽ ഇടതു കേന്ദ്രങ്ങളിൽ അല്പം അമ്പരപ്പും ഒരുപക്ഷേ അല്പം ഞെട്ടലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും പറയണം. അതായത് ഇടതുപക്ഷത്തിന് മാത്രമല്ല CPM അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വളരെ അമ്പരപ്പോടു കൂടിയാണ് ഇത്തരമൊരു വാർത്തയെ നോക്കി കണ്ടിട്ടുള്ളത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് അനുകൂലമാണ് എങ്കിൽ കൂടിയും CPMനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഈ ഒരു വാർത്തയോടുകൂടി എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത്തരമൊരു വാർത്ത ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തേക്ക് വരുന്നതിലുള്ള ദുരൂഹതയാണ് ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷത്തെ നേതാക്കളും അതുപോലെ തന്നെ ഇടതുപക്ഷ CPM നേതാക്കളെല്ലാം തന്നെ സംശയിക്കുന്നത്. അതിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും പാലക്കാട്, ചേലക്കര, വയനാട് തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ്. ചേലക്കരയിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇടതുപക്ഷത്തെ നേതാക്കൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ ചേലക്കര മണ്ഡലം കൈവിട്ടു പോവുകയാണെങ്കിൽ അത് ഭരണതലത്തിൽ തന്നെ CPMനെയും ഇടതു സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും തരത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രതികരണമായി ജനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ചാഞ്ചാട്ടം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഇടതു കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പക്ഷേ ആത്മകഥ എഴുതുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു, മുൻപ് തന്നെ അത് പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ആത്മകഥ ഇല്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതിലെ ചില പരാമർശങ്ങൾ, ചില വാക്കുകളൊക്കെ എത്തരത്തിലാണ് വന്നത്, അത് എങ്ങനെയാണ് ഈ ബുക്കിൻ്റെ ഭാഗമായി വന്നത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ആധികാരികതയില്ലാത്ത പേജോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്താ പോർട്ടലോ മാത്രമായി DC ബുക്സിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നിരവധിയായി വലിയ പാരമ്പര്യമുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, അല്ലെങ്കിൽ പ്രസാധകരാണ് DC ബുക്സ്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അവർ പങ്കെടുക്കുമോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ EP അത് പൂർണ്ണമായും തള്ളുകയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ തളിപ്പറമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമുക്ക് തേടാവുന്നതാണ്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലേ. വാർത്തയുടെ കൃത്യമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടും ചേലക്കരയും വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ വിധി ദിനത്തിലാണ് ഇത്തരമൊരു പരാമർശം ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നതെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലായിരിക്കും ഇത് ചർച്ചയാവുക, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇത് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ CPM ഏതെങ്കിലും നേതാക്കളെല്ലാം തന്നെ ഇതിനകത്തൊരു പ്രതിരോധവുമായി ഇതിനകത്ത് പി ജയരാജൻ്റെ വാദം മറ്റ് നേതാക്കൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രതികരണം CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പ്രതികരണം CPMൻ്റെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിലേറ്റവും പ്രധാനമായ കാരണം അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേതാക്കൾക്കാർക്കും ഈ അമ്പരപ്പ് വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ ട്രോളി വിവാദമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളിൽ കോൺഗ്രസും BJPയും വലിയ രീതിയിൽ പ്രതിരോധങ്ങളിൽ നിൽക്കുകയാണ്. ഈ കൊടകര കേസ് തുടങ്ങിയിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ കോൺഗ്രസ് അതുപോലെ തന്നെ BJP, ഈ ട്രോളി വിവാദം, ഇതിലെല്ലാം തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസും അതുപോലെ തന്നെ BJPയും പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. അത് അനുകൂലമായി മാറും, ഈ വിവാദങ്ങളെല്ലാം അനുകൂലമായി മാറുമെന്നുള്ള പ്രതീക്ഷ വലിയ രീതിയിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് പൊടുന്നനെ ഒരു അപ്രതീക്ഷിതമായ രീതിയിൽ ഇങ്ങനെ ഒരു ആത്മകഥ പരിപ്പോടെയും കട്ടൻ ചായയും എന്നുള്ള ഒരു പുസ്തക രൂപേണ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് എത്തുകയാണ്. അല്ല, ഞാൻ പത്രസമ്മേളനം നടത്താൻ പോലും, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയേണ്ടതായിരുന്നുണ്ട്. പത്രസമ്മേളനത്തിലേക്ക് ഞാൻ പോവാണ്. അതായത് 10:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പത്രസമ്മേളനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു, പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നു MV ഗോവിന്ദൻ മാഷ്. അല്പസമയത്തിനുള്ളിൽ MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണും. DCC
മാധ്യമങ്ങളുമായി നടത്തിയ ഗൂഢാലോചനയാണോ? എന്താണ് എം വി ഗോവിന്ദ മാഷിന്റെ പ്രതികരണം, ഇടതുപക്ഷത്തിന്റെ പ്രതികരണം എന്ന് അറിയേണ്ടി വരും. 3-4 കാര്യങ്ങൾ വസ്തുതയായി നമ്മൾക്ക് പറയാം. ഒന്ന്, 12 മണിക്കൂറുകൾക്ക് മുമ്പ് DC ബുക്സ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിൽ EP ജയരാജന്റെ ആത്മകഥ വരുന്നു എന്നൊരു പരസ്യം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഫാക്ട് നമ്പർ 1. രണ്ടാമത്തെ വസ്തുത, ഈ 12 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷവും EP ജയരാജൻ അത് നിഷേധിച്ചിരുന്നില്ല എന്നതാണ്. 3, ഉള്ളടക്കം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ പുറത്തുവിടുന്നു. ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പിണറായി സർക്കാർ ദുർബലമാണ് എന്ന ലീഡ് വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നത്. അതിനുശേഷം മറ്റു മാധ്യമങ്ങൾ ആ വാർത്തയെടുക്കുന്നു. റിപ്പോർട്ടറടക്കം EP ജയരാജന്റെ പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. EP ജയരാജന്റെ പ്രതികരണം എത്തുന്നു. അങ്ങനെയൊരു പുസ്തകത്തിലെ ഒരു കണ്ടന്റും താൻ എഴുതിയിട്ടില്ല, DC ബുക്സിന് പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല എന്ന് EP ജയരാജൻ റിപ്പോർട്ടറിനോട് തുറന്നു പറയുന്നു. ആ കരാർ താൻ ഒപ്പിട്ട് നൽകിയ കരാറില്ല, വെല്ലുവിളിക്കുകയാണ് EP ജയരാജൻ. മാതൃഭൂമിക്കോ DCക്കോ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ല. ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് പൂർണ്ണമായിട്ടില്ല. തലക്കെട്ട് പോലും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. വസ്തുത നമ്പർ 4, EP ജയരാജൻ സരിനെക്കുറിച്ച് മറുകണ്ഠം ചാടൽ എന്ന് പറഞ്ഞത്, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ വിമർശനങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് സംഘടനയിലെ മാനദണ്ഡങ്ങളുടെ അപര്യാപ്തത, ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, കേരള സർക്കാർ ദുർബലമാണ്, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന് പറഞ്ഞത്, അതേപോലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതുമായി മാറ്റിയതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ പ്രയാസം, പാർട്ടി തന്നോട് ആലോചിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ, പാർട്ടി തന്നെ കേട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളെല്ലാം EP ജയരാജൻ നിഷേധിക്കുകയാണ്. ഈ വിവാദ കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ ആത്മകഥയിലില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ EP ജയരാജന്റെ ഇത് എന്ന പേരിൽ DC ബുക്സ് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തുകയായിരുന്നോ? അത് EP ജയരാജൻ അന്തിമാനുമതി കൊടുക്കാതെ അതിൻ്റെ ഉള്ളടക്കം ലീക്ക് ചെയ്തത് ഏതു രാഷ്ട്രീയ താല്പര്യം പ്രമാണിച്ചാണ്? ആരാണ് അതിൻ്റെ രാഷ്ട്രീയ ഗുണഭോക്താവ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയമായിരിക്കും അല്പസമയത്തിനുള്ളിൽ MV ഗോവിന്ദ മാഷ് മാധ്യമങ്ങളോട് പറയുക. തിരഞ്ഞെടുപ്പിന്റെ ദിവസം വീണ്ടും EP ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന മട്ടിലായിരുന്നു ആ വാർത്ത വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും മറ്റു മാധ്യമങ്ങൾ EP-യുടെ പ്രതികരണം ഇല്ലാതെ ആ വാർത്ത നൽകിയതും ഈ ഘട്ടത്തിലാണ് നമ്മൾ EP-യുടെ പ്രതികരണം കൂടി വെച്ച് ആ വാർത്ത നൽകിയത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പും വയനാട് ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. നമുക്കിപ്പം TV പ്രസാദ് കൂടി